ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ചാപ്റ്റർ നെയിം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നമ്പർ പാറ്റേൺ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നാച്ചുറൽ നമ്പർ ഓർ കൗണ്ടിങ് നമ്പർ നമുക്കറിയാം അല്ലേ. എന്താ നാച്ചുറൽ നമ്പർ? നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ അല്ലേ, 1 2 3 4 എക്സെട്ര, ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതുപോലെ ഈവൻ നമ്പർ നമുക്കറിയാം അല്ലേ, ഇരട്ട സംഖ്യകൾ 2 4 6 8. ദെൻ ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം 1 3 5 അല്ലേ, ഒറ്റ സംഖ്യകൾ. ദെൻ അടുത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പറിൻ്റെ ഹാഫ് എടുക്കുക. നാച്ചുറൽ നമ്പർ 1 2 3 4 എക്സെട്രയാണ്. സോ അതിൻ്റെ ഹാഫ് 1ൻ്റെ ഹാഫ് 1/2, 2ൻ്റെ ഹാഫ് 1, 3യുടെ ഹാഫ് 1.5 അങ്ങനെ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ, അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുക. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9 അങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ നമ്പർ പാറ്റേൺ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന നമ്പർ പാറ്റേണിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, എന്താണ് ആ നമ്പർ പാറ്റേണിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ഈ നാച്ചുറൽ നമ്പർ ഉണ്ടല്ലോ, ഓക്കെ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ഈ നാച്ചുറൽ നമ്പർ ഉണ്ടല്ലോ അല്ലേ, ഓക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ നാച്ചുറൽ നമ്പർ ഉണ്ടല്ലോ, ഈ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 എങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ 1ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് നമ്പറായി 2 കിട്ടുന്നത്. അതുപോലെ 2ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് നമ്പറായി 3 കിട്ടുന്നത്. ഇനി അടുത്ത നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം, 3യുടെ കൂടെ എന്ത് ചെയ്യണം, 1 ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു 1 ആഡ് ചെയ്ത് എഴുതുന്ന നമ്പറാണ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഒരു 1ൻ്റെ അഡീഷൻ വരുന്നുണ്ട്, ഗ്രാജുവലി ഒരു 1 ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നാച്ചുറൽ നമ്പറിൻ്റെ പ്രത്യേകത നമുക്ക് എന്തെന്ന് പറയാം, 1 ആഡ് ചെയ്ത് വരുന്ന നമ്പറാണ് നാച്ചുറൽ നമ്പർ അല്ലേ. ഈ ഒരു പാറ്റേൺ, ഈ ഒരു നമ്പർ പാറ്റേൺ എവിടം വരെ കണ്ടിന്യൂ ചെയ്ത് പോയാലും അവിടെ ഒരു നമ്പറിന്, ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ, ദെൻ നെക്സ്റ്റ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ, അങ്ങനെ ഓരോ നമ്പറിൻ്റെയും കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈവൻ നമ്പർ നമുക്കറിയാം അല്ലേ, ഓരോ നമ്പറിൻ്റെ കൂടെയും എന്ത് ആഡ് ചെയ്യണം, ഒരു 2 ആഡ് ചെയ്ത് വരിക. 2 + 2 4, 4 + 2 6, 6 + 2 8 അങ്ങനെ പോകും. അതുപോലെ ഓഡ് നമ്പേഴ്സിൽ എന്താണ്, ആ ഒരു നമ്പർ പാറ്റേണിലും ഒരു 2ൻ്റെ അഡീഷനാണ് വരുന്നത്. 1 + 2 3, 3 + 2 5, 5 + 2 7 അങ്ങനെ. അതുപോലെ ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1ൻ്റെ ഹാഫ് 1/2, 2ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 1, 3യുടെ ഹാഫ് 1.5. ഈ ഒരു പാറ്റേൺ നോക്കി ഒരു ഹാഫ് ആഡ് ചെയ്ത് വരും അല്ലേ. ഇവിടെ ഒരു 1/2 + 1/2 ആണ് 1. 1 and 1/2 കിട്ടുന്നത് എങ്ങനെയാണ്, ഈ ഒരു 1ൻ്റെ കൂടെ ഒരു ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 1 and 1/2. ഇതിനടുത്ത് എന്തായി, 1 and 1/2ൻ്റെ കൂടെ ഒരു 1/2 ആഡ് ചെയ്യും, അപ്പോൾ നമുക്ക് 2 കിട്ടും. അങ്ങനെയാണ് ഈ ഒരു നമ്പർ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്പർ പാറ്റേൺസിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു നമ്പർ പാറ്റേൺസിന് കൃത്യമായ ഒരു ഓർഡറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ നമ്പർ പാറ്റേൺ ഫുള്ളും ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്, കൃത്യമായ ഒരു ഓർഡറും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്പർ പാറ്റേൺസിനെ നമ്മൾ പൊതുവായിട്ട് നമ്പർ സീക്വൻസസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് the first, second, third and so on like this according to the same rule is called number sequence കേട്ടോ. അപ്പോൾ നമ്പർ സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വെക്കുക. എന്താണ്, ഒരു കൃത്യമായ ഒരു ഓർഡർ വേണം, അതുപോലെ തന്നെ ഒരു റൂള് ഫോളോ ചെയ്യും. ആ ഒരു പാറ്റേൺസിൽ ഫുള്ളും ഒരു സെയിം റൂള് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറയും. അപ്പം അതിന് വേറൊരു എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ട്രയാങ്കിൾസ്, ഇക്വിലാറ്റർ ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗണ്, അങ്ങനെ ഇക്വിലാറ്റർ എന്നല്ല, നമ്മൾ ട്രയാങ്കിൾസ്, ക്വാഡ്രിലാറ്ററൽസ്, പെൻറ്റഗൺസ്, ഹെക്സഗൺസ്, അങ്ങനെ കുറേ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോളിഗൺസിൻ്റെ നെയിമും ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇന്നർ ആംഗിൾസിൻ്റെ സം എടുത്ത് നോക്കുക. അപ്പോൾ അതായത് നമ്മളൊരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം 180 ആയിരിക്കും. അതുപോലെ ക്വാഡ്രിലാറ്ററൽ മീൻസ് 4 സൈഡ്സുള്ള ഏത് പോളിഗണിനെയും നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിൻ്റെ സം എടുക്കും, ഇന്നർ ആംഗിൾസിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് 360 കിട്ടും. ഇനി 5 സൈഡുള്ള പോളിഗൺ ആണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത്, പെൻറ്റഗൺ എന്ന് പറയും അല്ലേ. അതിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് 540 കിട്ടും. അതുപോലെ 6 സൈഡുള്ളതിനെ നമ്മൾ എന്ത് പറയും, ഹെക്സഗൺ എന്ന് പറയും. അതിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് 720 കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഒരു പാറ്റേൺ ഈ ഒരു പോളിഗൺസിൻ്റെ, അപ്പോൾ ആദ്യം 3 സൈഡായി, പിന്നെ 4 ആയി, പിന്നെ 5 ആയി, 6 ആയി. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതനുസരിച്ച് ആംഗിൾസ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ ആംഗിൾസിൻ്റെ സമ്മും കൂടും. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ, അതായത് നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് കൂടി വരുന്ന ആ ഒരു പാറ്റേൺ നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ ആ ഒരു പാറ്റേണിനും ഒരു പ്രത്യേകതയുണ്ട്. അതും ഒരു നമ്പർ സീക്വൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും, നമ്മൾ ആദ്യം ട്രയാങ്കിളിൻ്റെ 180 എഴുതി, നമ്മൾ 360 എഴുതി,
പിന്നെ നമ്മൾ 540 എഴുതി, പിന്നെ നമ്മൾ 720 എഴുതി. നമുക്ക് ഇവിടെ ഒരു 180 അഡീഷൻ വരുന്നില്ലേ? 180 + 180 ആണ് 360, 360 + 180 ആണ് 540, 540 + 180 ആണ് 720 ഉണ്ടോ? ഈ ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. സച്ച് സീക്വൻസസ് often arise in computing various measurements. For example, if you ordered polygons according to the number of sides as triangles, quadrilaterals, pentagons and so on, and calculate the sum of their inner angles, we get the number sequence. 180, 360, 540, 720 ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഒരു നമ്പർ സീക്വൻസ് വരുന്നുണ്ട്. ഒരു 180 അഡീഷനാണ് വരുന്നത്. 180 + 180 360, 360 + 180 540 അങ്ങനെ വരും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്പർ സീക്വൻസസിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യം ഒരു ട്രയാങ്കിൾ, പിന്നെ അതിനോട് ചേർന്ന് വേറൊരു ട്രയാങ്കിൾ വരുന്നുണ്ട്. ദെൻ അടുത്തത് 3 ട്രയാങ്കിൾസ് വരുന്നുണ്ട്, 4 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വരച്ചേക്കുന്ന ട്രയാങ്കിൾ എല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വെച്ചിട്ട് നമുക്കൊരു നമ്പർ സീക്വൻസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ 1 മീറ്റർ ബേസ് ഉണ്ട്, 1 മീറ്റർ അല്ലെ 1 മീറ്റർ ബേസ് ഉണ്ട്, 1 മീറ്റർ ഹൈറ്റ് ഉണ്ട്. സോ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹൈറ്റിൻ്റെ സ്ക്വയറും ബേസിൻ്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി അല്ലേ? അപ്പോൾ 1 സ്ക്വയർ + 1 സ്ക്വയർ, 1 × സ്ക്വയർ 1 + 1 × സ്ക്വയർ 1, ദെൻ 1 + 1 2, നമുക്ക് √2 കിട്ടും. ഏത്? ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് √2 സെൻറ്റിമീറ്റർ കിട്ടും. അതുപോലെ അപ്പോൾ ഫസ്റ്റ് സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ നമുക്ക് √2 കിട്ടി. അടുത്ത് നോക്കിയേ, അടുത്തത് ഇത് 1 മീറ്റർ ഉണ്ട്, ഇത് 1 മീറ്റർ ഉണ്ട് അല്ലേ? സോറി, മീറ്ററില്ല അല്ലേ? ദറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ അല്ല, മീറ്ററാണ് കേട്ടോ. √2 മീറ്റർ. then ഇവിടെ നോക്കിയേ, ഇവിടെ 1 മീറ്റർ 1 മീറ്റർ. സോ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? √2 മീറ്റർ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ബേസും ഹൈറ്റും 1 മീറ്റർ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഇതായിരിക്കും. സോ അത് √2 മീറ്റർ ആണ്. ഇനി ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് എടുക്കണം? ഈ √2 ഈ 1ഉം കൂടെ എടുത്ത് ചെയ്യണം. അപ്പോൾ ഇത് ഹൈറ്റും ഇത് ബേസുമായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വശത്തിൻ്റെ ലെങ്ത് കിട്ടും. സോ √2ൻ്റെ സ്ക്വയർ + 1ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് √2ൻ്റെ സ്ക്വയർ + 1ൻ്റെ സ്ക്വയർ, പിന്നെ എന്തിടണം? അതിന് റൂട്ടും കൂടെ ഇടണം കേട്ടോ. √of ബേസിൻ്റെ സ്ക്വയർ + ഹൈറ്റിൻ്റെ സ്ക്വയർ എന്നാണല്ലോ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. സോ √2ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 2 അല്ലേ? ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആ നമ്പർ തന്നെയായിരിക്കും. സോ √2ൻ്റെ സ്ക്വയർ 2 + 1ൻ്റെ സ്ക്വയർ 1, പിന്നെ റൂട്ട് ഇടുക. 2 + 1 3 അല്ലേ? അപ്പോൾ നമുക്ക് √3 കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡ് എത്ര കിട്ടി? √3 മീറ്റർ കിട്ടി. അപ്പോൾ ആദ്യത്തേത് നമുക്ക് √2 കിട്ടി, രണ്ടാമത്തെ √3 കിട്ടി. അടുത്തത് എന്തായിരിക്കും? ഇത് √2 കിട്ടി, ഇത് √3 കിട്ടി. then ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ √3യും ഈ 1ഉം കൂടെ വെച്ച് ചെയ്യുക. √3 ബേസ് ഹൈറ്റും 1 ബേസുമായിട്ട് എടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? √3യുടെ സ്ക്വയർ + 1ൻ്റെ സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്താ? 3 തന്നെ ആയിരിക്കും, + 1ൻ്റെ സ്ക്വയർ 1, 3 + 1 4, √4 കിട്ടും. √4 നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലേ? √4 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ അടുത്ത നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ ആ ഒരു നമ്പർ പാറ്റേൺ ഒന്ന് നോക്കി. നമുക്ക് ആദ്യം √2 കിട്ടി, പിന്നെ √3 കിട്ടി, പിന്നെ എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ റൂട്ട് എടുത്തപ്പോൾ കിട്ടിയത്. ഇത് നോക്കി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തേക്കുന്നത്? If we write down the length of the hypotenuse of the largest triangle in each picture in meters, the sequence we get is that of square root of natural numbers from 2. അതായത് നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ 2 തൊട്ട് തുടങ്ങുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നതും ഇതും സെയിം അല്ലേ? അതായത് നമ്മുടെ നാച്ചുറൽ നമ്പർ 2 തൊട്ട് തുടങ്ങുന്ന നാച്ചുറൽ നമ്പർ 2, 3, 4, 5 അങ്ങനെയാണല്ലോ. 2ൻ്റെ സ്ക്വയർ റൂട്ട് √2, 3യുടെ സ്ക്വയർ റൂട്ട് √3, 4ൻ്റെ സ്ക്വയർ റൂട്ട് 2, ഇങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പോൾ ഈ നമ്പർ സീക്വൻസിനും ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? എന്താ പ്രത്യേകത? നാച്ചുറൽ നമ്പർ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ? √2, √3, 2 അങ്ങനെ. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എന്താ അവർ പറഞ്ഞേക്കുന്നത്? The same sequence can be described in many ways. For example, the sequence of natural numbers ending in 1. അപ്പോൾ നോക്കി, അടുത്തത് 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ 1ൽ എൻഡ് ചെയ്യുന്ന
നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് അവിടെ എഴുതി വെക്കുക. 1, 11, 21, 31, 41 അങ്ങനെ പോകും. ഈ ഒരു നമ്പർ സീക്വൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം? ഇവിടെ നമുക്കൊരു 10 ആഡ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ, അതായത് 1 + 10 ആണ് 11. അതുപോലെ 11 + 10 ആണ് 21. അപ്പോൾ ഇവിടെ ഒരു 10 ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ സീക്വൻസ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ അവരെന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. അതായത് 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം ഒരു പാറ്റേൺ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പാറ്റേൺ തന്നെ കിട്ടും. അപ്പോൾ ഒരു നമ്പർ സീക്വൻസിനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇത്രയുമാണ് നിങ്ങൾക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുത്തേക്കുന്നത്.